അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര പരമ്പരയാണ് നമ്മുടെ ചാനലിലൂടെ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 11ാം ഭാഗമാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് സമസ്തയുടെ 16-17 സമ്മേളനങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ഇന്ത്യ വിഭജനവും അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. സമസ്തയുടെ 17ാം സമ്മേളനത്തിൽ വഹാബികളെ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്തെഴുതിയിരുന്നു. എന്നാൽ ആ ക്ഷണം നിരസിച്ചുകൊണ്ട് അവർ മറുപടി എഴുതുകയും ചെയ്തു. ആ കത്തൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചിട്ടുണ്ട്. സുന്നികളുമായി തർക്കത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് രണ്ടാമതൊരു കത്ത് കൂടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ വഹാബികൾക്ക് അയച്ചു. ആ കത്ത് കൂടി ഞാനൊന്ന് വായിക്കേണ്ടതുണ്ട്. അന്നത്തെ കാലത്ത് എന്തൊക്കെ വിഷയങ്ങളായിരുന്നു സുന്നി മുജാഹിദ് തർക്കങ്ങളായിട്ടുണ്ടായിരുന്നത് വിശദമായിട്ട് ആ കത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന രീതിയിലുള്ള തർക്കങ്ങളാണോ അന്നുണ്ടായിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ കത്ത് വായിക്കുന്നത് അനിവാര്യമാണ്. ഞാനൊന്ന് വായിക്കാം. എം.എ. ഉസ്താദിൻ്റെ ചരിത്ര പുസ്തകത്തിൽ പേജ് 70-71 പേജിലാണ് ആ കത്തിനെ കുറിച്ച് പറയുന്നത്. ഒന്നാമത്തെ കത്തിന് നിഷേധ രൂപത്തിൽ മറുപടി കിട്ടിയതിനാൽ കേരള ജമിയത്തുൽ ഉലമയുടെ വികല ആശയങ്ങൾ അക്കമിട്ട് വിശദീകരിക്കുകയും മുൻകത്തിലും ഇതിലും പറഞ്ഞതിൽ തങ്ങളുടെ വിശ്വാസങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയിക്കണമെന്ന് വെച്ചുകൊണ്ടും രണ്ടാമതൊരു കത്ത് കൂടി അയച്ചിരുന്നു. പക്ഷേ ഈ കത്ത് കിട്ടിയതു മുതൽ സമ്മേളനം മുടക്കാൻ കെ.എം. മൗലവിയും മറ്റും ശ്രമം നടത്തിയിരുന്നു. അത് വിഫലമായി. വാദപ്രതിവാദത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിന് മറുപടി അവധിക്കു ശേഷം ലഭിച്ചതിനാൽ അത് തള്ളിക്കളയുകയും ചെയ്തു. കേരള ജമിയത്തുൽ ഉലമക്ക് സമസ്ത അയച്ച രണ്ടാമത്തെ കത്തിൽ അവരുടെ വികല വിശ്വാസങ്ങൾ അക്കമിട്ടെണ്ണിയതിൽ പ്രധാനപ്പെട്ടവ ഇപ്രകാരമായിരുന്നു: മുസ്ലിങ്ങളല്ലാത്തവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പരലോകത്ത് വെച്ച് ഗുണം ലഭിക്കും. 2. ഇഖ്തിയാരിയായ കാര്യങ്ങൾ സൃഷ്ടികൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. 3. അള്ളാഹു അർഷിന്മേൽ ഇരിക്കുന്നു. 4. അള്ളാഹു രാത്രി 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇതൊക്കെ സുന്നികളെ എതിർക്കുന്ന വഹാബികളുടെ വാദങ്ങളാണ്. അവരുടെ വാദങ്ങളാണ് ഈ കത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു രാത്രി 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. അള്ളാഹുവിന് മുഖം, കൈ, കാൽ തുടങ്ങിയ അവയവങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ കലാമിന് അക്ഷരവും ശബ്ദവുമുണ്ട്. നരകത്തിൽ ആരെയും എന്നേക്കും ശിക്ഷിക്കുകയില്ല. നബിയുടെ മെഅറാജ് ജഡത്തോടു കൂടിയല്ല. 8. ഖുർആൻ്റെ ബാഹ്യാർത്ഥത്തിന് എതിരായി കാണുന്ന മുഴുവൻ ഹദീസുകളും കളവാണ്. അവ രണ്ടിലൊന്നിനെതിരായി കാണുന്ന ഇജ്മാ സ്വീകാര്യമല്ല. മരിച്ചവർ കേൾക്കുകയോ വല്ല വിധേനയും എന്തെങ്കിലും അറിയുകയോ ഇല്ല. അവരെ കൊണ്ട് ഈ ലോകത്തുള്ളവർക്ക് ഒരു ഉപകാരവുമില്ല. മരിച്ചതിന് ശേഷം തൽക്കീൻ ചൊല്ലിക്കൊടുക്കുക, ജുമുഅ ഖുതുബക്ക് മുമ്പ് മആശിറ വിളിക്കുക, ഇമാം നിസ്കാര ശേഷം ദിക്റിനും ദുആക്കും വേണ്ടി മുസല്ലയിൽ ഇരിക്കുക എന്നിവ ഉപേക്ഷിക്കേണ്ടതാണ്. 12. ഐനുൽ ഖിബ്ലക്ക് നേരിടാതെ നിസ്കരിച്ചാൽ ഒരഭിപ്രായ പ്രകാരവും നിസ്കാരം സാധുവല്ല. നിസ്കാരത്തിലെ നൃത്തത്തിൽ കൈ നെഞ്ചിന്മേൽ വെക്കലാണ് സുന്നത്ത്. ഇസ്തിഗാസ, തവസ്സുൽ എന്നിവ അനുവദനീയമാണെന്ന് പറയുന്നവർ കാഫിറാണ്. ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, ഇബ്നു അബ്ദുൽ വഹാബ് തുടങ്ങിയവർ സുന്നികളാണ്. നിങ്ങൾ നോക്കൂ, അന്ന് തന്നെ ഇസ്തിഗാസ, തവസ്സുൽ പോലത്തെ കാര്യങ്ങൾ അംഗീകരിക്കുന്നവർ കാഫിറാണെന്ന് അവർ പച്ചക്കായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതായത് സുന്നികൾ മുഴുവൻ കാഫിറാണ് എന്നർത്ഥം. ഒന്നിച്ച് 3 തൊലാക്കും ചൊല്ലിയാൽ ഒന്നേ ആവുകയുള്ളൂ. ഈ ഒരു വാദമാണ് 1989 കാലഘട്ടത്തിൽ മുതലക്കുളത്ത് വെച്ച് നടന്ന ഒരു സമ്മേളനം ഉണ്ടല്ലോ, ഷാബാനു കേസിലെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അബു ഹസൻ അലി നദ്വിയൊക്കെ പങ്കെടുത്ത, അതിൽ വെച്ചിട്ട് ഈ വാദമാണ് അവർ പറഞ്ഞത്. ഈ വാദം പറഞ്ഞപ്പോഴാണ് അത് കേട്ടിട്ടും ഷംസുൽ ഉലമ അബൂബക്കർ മുസ്ലിയാർ അതിന് മറുപടി കൊടുക്കാത്തതിൽ അന്നത്തെ ആലിമീങ്ങൾക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഒന്നിച്ച് 3 തലാക്കും ചൊല്ലിയാൽ ഒന്നേ ആവുകയുള്ളൂ. ഇത്രയും വിഷയങ്ങളാണ് രണ്ടാമതയച്ച കത്തിൽ പ്രതിപാദിച്ചിരുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ മുമ്പിൽ വെച്ച് സംവാദം നടത്താനാണ് രണ്ടാമതൊരു കത്തയച്ചുകൊണ്ട് വീണ്ടും അവരെ സംവാദത്തിന് ക്ഷണിച്ചത്. എന്നിട്ടും അവർ ഈ സംവാദത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, ഈ 17ാം സമ്മേളനം മുടക്കാനുള്ള പല രീതിയിലുള്ള ശ്രമങ്ങളും അവർ നടത്തി. പക്ഷേ ഒന്നും വില പോയില്ല. 17ാം സമ്മേളനം വളരെ ഭംഗിയായിട്ട് തന്നെ പൂർത്തിയാക്കി. 9 പ്രമേയങ്ങൾ ആ സമ്മേളനത്തിൽ പാസ്സാക്കിയിട്ടുണ്ട്. എല്ലാ പ്രമേയങ്ങളും ഞാൻ വായിക്കുന്നില്ല, ചിലത് മാത്രം ഞാൻ പറയാം. അതിലൊന്ന് ജുമുഅ ഖുതുബ അറബിയിൽ മാത്രമേ പാടുള്ളൂ, അല്ലാത്ത ഭാഷയിൽ പാടില്ല എന്നതാണ്. അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കാൻ ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് തുർക്കിയിൽ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ ലോകത്ത് ആദ്യമായിട്ട് അനറബി ഭാഷയിൽ ഖുതുബ ഓതിയത് അവിടെയാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്ന സമയത്ത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും പണ്ഡിതന്മാർ ശക്തമായിട്ട് അതിനെ എതിർത്തിരുന്നു.
പിന്നീട് അത് അവിടെ തുടർന്നു പോയോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അതിനുശേഷം കേരളത്തിൽ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുള്ളൊരു പള്ളിയിലും മലയാളത്തിലൊരു ഖുതുബ ഓതുകയുണ്ടായി. അന്നും കേരളത്തിലെ പണ്ഡിതന്മാരൊക്കെ അതിനെ ശക്തമായിട്ട് എതിർത്തു. ഇവിടെയും അതിനുശേഷം അവിടെയും അത് തുടർന്നു പോയിട്ടില്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണുന്നത്. ഏകദേശം 1915നും 20നും ഇടയിലാണ് അതിന് കൃത്യമായ വർഷം, അതിന് കൃത്യമായിട്ടുള്ള ഡേറ്റ് കിട്ടിയിട്ടില്ല. 1915നും 20നും ഇടയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഒരുപാട് കാലം മലയാളത്തിൽ ഖുതുബ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതോടെ മലയാളത്തിൽ ഖുതുബ നടത്താനുള്ള ഫത്വ കൊടുക്കുകയും 1944 കോഴിക്കോട്ടെ ഒരു പള്ളിയിൽ മലയാളത്തിലുള്ള ഖുതുബ നടത്തുകയും ചെയ്തു. അതിനെ തുടർന്ന് മറ്റ് ചില പള്ളികളിലും മലയാളത്തിലുള്ള ഖുതുബ നടത്താൻ തുടങ്ങിയതോടെയാണ് 17ാം സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെതിരെ രംഗത്ത് വരുന്നത്. സമസ്തയുടെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയും കൃത്യമായി പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. ഈ മലയാള ഖുതുബ ഒരിക്കലും അനുവദനീയമല്ല, അത് നടത്താൻ പാടില്ല എന്നുള്ളത് കൃത്യമായി ഫത്വ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ അതൊന്നാകെ അംഗീകരിക്കുകയും വഹാബി പള്ളികൾ വിരലിലെണ്ണാവുന്ന ചില പള്ളികളിൽ മാത്രം മലയാളം ഖുതുബ നടക്കുകയും ചെയ്തു. പിന്നെ മറ്റൊരു പ്രമേയം 16ാം സമ്മേളനത്തിൽ ബാഫക്കി തങ്ങൾ പറഞ്ഞൊരു ആശയമുണ്ടല്ലോ, മുസ്ലിം കുട്ടികൾക്ക് പ്രാഥമിക പഠനത്തിന് വേണ്ടി മദ്രസ സ്ഥാപിക്കണം എന്നുള്ള, അതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയും ഒരു പാഠ്യപദ്ധതി രൂപപ്പെടുത്തുകയും ഈ മദ്രസ സംവിധാനം സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനും പ്രമേയം പാസ്സാക്കുകയാണ് മറ്റൊരു പ്രമേയം. പിന്നെ മറ്റൊരു പ്രമേയം, സാധാരണക്കാരായ ആളുകൾ വഹാബികളുടെ പ്രസംഗം കേൾക്കരുത്, വഹാബികളുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കരുത് എന്നുള്ളതായിരുന്നു. നമുക്കറിയാം സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടത്ര അറിവുണ്ടാവില്ല. അപ്പോൾ ഈ വഹാബികളുടെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചുകൊണ്ടോ അവരുടെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടോ ഒക്കെ നിന്നാൽ അറിയാതെ അവരുടെ വലയിൽ കുടുങ്ങിപ്പോകും. ഇബ്ലീസ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അറിയാതെ അവരുടെ ആശയത്തിലേക്ക് അങ്ങോട്ട് വഴുതിപ്പോകും. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരായ അറിവില്ലാത്ത ആളുകളോട് അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കരുതെന്നും അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കരുതെന്നും നമ്മുടെ പണ്ഡിതന്മാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് സമസ്ത അന്ന് തന്നെ പ്രമേയം പാസ്സാക്കിയ കാര്യമാണ്. മഹാന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോഴല്ലേ ഇതിനെ ഓരോ വിഷയത്തെക്കുറിച്ചും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്തെന്ന് മനസ്സിലാവുക. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയാതെ ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുമ്പോൾ നമ്മളറിയാതെ അതിലേക്ക് പെട്ടുപോകും. ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയത്. അതുപോലെ തന്നെ മറ്റൊരു പ്രമേയം, സമസ്തയ്ക്ക് ഒരു പ്രസ് വാങ്ങാനും അതിനുവേണ്ടിയുള്ള ധനസമാഹരണം നടത്താനുമാണ് മറ്റൊരു പ്രമേയം. മറ്റൊന്ന്, ഫറൂഖിൽ വെച്ച് നടന്ന 6ാം സമ്മേളനത്തിൽ പാസ്സാക്കിയ ഒരു പ്രമേയമുണ്ട്. അതായത് ബിദൈകളെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രമേയം. ആ പ്രമേയം ഒന്നുകൂടി ആവർത്തിച്ച് പാസ്സാക്കുകയാണ് ഈ 17ാം സമ്മേളനത്തിൽ. അങ്ങനെ സമസ്ത ഓരോ വർഷവും സമ്മേളനം നടത്തുകയും ഈ സമ്മേളനത്തിലൊക്കെ അന്നത്തെ സാഹചര്യം മനസ്സിലാക്കി കൃത്യമായ പ്രമേയങ്ങൾ പാസ്സാക്കുകയും ആ പ്രമേയങ്ങളൊക്കെ കേരളത്തിലെ മുസ്ലിങ്ങൾ നെഞ്ചേറ്റുകയും ചെയ്തപ്പോൾ വഹാബിയുടെ വളർച്ചയ്ക്ക് അത് കാര്യമായി ബാധിച്ചു. അവർക്ക് വളരാൻ സാധിച്ചില്ല. അവരെവിടെ പരിപാടി നടത്തിയാലും സമസ്തയുടെ പണ്ഡിതന്മാർ അവിടെ ചെന്ന് അതിന് മറുപടി നൽകും. അവർ പറഞ്ഞ പൊള്ളയായ വാദങ്ങൾ തുറന്നു കാണിക്കും. കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അപ്പോൾ വഹാബികളുടേത് പൊള്ളയായ വാദങ്ങളാണ്, യാതൊരു കഴമ്പില്ല എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കും. ആ ഒരു രീതിയിലായിരുന്നു അന്നത്തെ കാലത്തെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ഇന്നത്തെ പോലെ പ്രത്യേകിച്ച് പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സൗണ്ട് സെറ്റും മൈക്കും കാര്യങ്ങളൊന്നും അന്നില്ല. അന്ന് പണ്ഡിതന്മാർ നേരെ ചെല്ലുക, പ്രഭാഷണം നടത്തുക, തിരിച്ചു പോരുക, അത്രയേ ഉള്ളൂ. ബഹുമാനപ്പെട്ട പറവണ്ണ ഉസ്താദ്, അതുപോലെ തന്നെ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ, പാങ്ങിൽ ഉസ്താദ്, ഇവരൊക്കെയാണ് പ്രഭാഷണത്തിന് വരുന്നതെന്ന് വെച്ചാൽ മൈക്കും സ്റ്റേജും ഒന്നും വേണ്ട, ആളുകൾ ഇങ്ങോട്ട് ഒരുമിച്ച് കൂടും. കാരണം അത്രയ്ക്കും നല്ല കഴിവുള്ള ആകർഷണീയമായ പ്രഭാഷകരായിരുന്നു ഇവരൊക്കെ. അന്ന് ആളുകൾക്ക് ഇതൊക്കെ ആയിരുന്നു ഒരു ഹരം. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിലില്ല, സോഷ്യൽ മീഡിയയിൽ ഡിബേറ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആളുകൾക്കൊരു ഹരം. അതുകൊണ്ട് തന്നെ ഈ വഹാബികളുടെ കളവുകൾ പിടികൂടുന്നതും അത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നതൊക്കെ ജനങ്ങൾക്ക് വലിയൊരു ഹരമാണ്. ആളുകൂടും. അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്ന പ്രദേശത്തെ ജനങ്ങൾക്കൊക്കെ സത്യം മനസ്സിലാവും. അവർ ഈ വഹാബികളെ അങ്ങോട്ട് മാറ്റി നിർത്തും. അതുകൊണ്ട് തന്നെയാണ് വഹാബികൾക്ക് വേണ്ടത്ര വളർച്ച ഇല്ലാതെ പോയത് ആ കാലത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അന്ന് സമസ്തയുടെ പണ്ഡിതന്മാർ ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ? ഒരുപക്ഷെ സൗദി അറേബ്യക്കാളും വളരെയധികം പരിതാപകരമായൊരവസ്ഥയിലായിരിക്കും. കാരണം മലയാളികൾക്ക് ശരിക്കും കിതാബ് നോക്കാൻ അറിയില്ല. ഖുർആൻ ഓതുന്നു എന്നല്ലാതെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും ശരിക്കും അറിയില്ല. അത്ര വിദ്യാഭ്യാസമുള്ളവരായിരുന്നില്ലല്ലോ അന്ന്. പണ്ഡിതന്മാർക്ക് മാത്രമല്ല ഇതൊക്കെ അറിയുള്ളൂ. ഇന്നത്തെ പോലെ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളും വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളികൾക്കിടയിൽ ഈ വഹാബിസം പെട്ടെന്ന് വേരൂന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ
സമസ്തയുടെ പ്രവർത്തകരും പണ്ഡിതന്മാരും ആ രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഈ കേരളത്തിൽ അവരുടെ വഹാബിസം വേരും നാം സമ്മതിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ വഹാബികൾ എത്ര എതിർത്തിട്ടും അവർ നിരന്തരം ശിർക്കാരോപിച്ചിട്ടും പാരമ്പര്യമായി സുന്നികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അന്നു മുതലേ ചെയ്തു വരുന്നുണ്ട്. അതിനൊരു മുടക്കവും കൂടാതെ പൂർവാധികം ശക്തിയോടെ അവരത് നിർവഹിച്ച് പുതിയ തലമുറക്ക് അവർ കൈമാറി. ഇന്ന് നമുക്കത് കാണുന്നുണ്ടല്ലോ. പഴയ കാലത്തിനേക്കാൾ വളരെ ഭംഗിയായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നുണ്ടല്ലോ. വഹാബികൾ പറയുന്ന എന്തെങ്കിലും കാര്യത്തിന് ഇന്ന് മുടക്ക് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. ആ പഴയ തലമുറ വഹാബികളുടെ വാക്ക് കേൾക്കാതെ പൂർവാധികം ശക്തിയോടെ തന്നെ നിർവഹിച്ച് കൈമാറിയത് കൊണ്ടാണ്. അത് തന്നെയാണ് സമസ്തയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. അന്നത്തെ പണ്ഡിതന്മാരോട് വലിയ കടപ്പാട് നമുക്കുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ട് പോലും ജനകീയമായുള്ള പ്രവർത്തനം തുടങ്ങിയിട്ട് പോലും വളർച്ച നേടാൻ കഴിയാത്തതിൽ സമസ്തയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അവർ ചിന്തിച്ചു, രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടും നമ്മുടെ വഹാബിസം വളർത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഇനി അധികാരം നേടുകയല്ലാതെ വേറെ മാർഗമില്ല എന്നാണ് അവർ ചിന്തിച്ചത്. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട പാർട്ടികളാണല്ലോ കോൺഗ്രസും അതേപോലെ തന്നെ സർവേന്ത്യ മുസ്ലിം ലീഗും. ഈ സർവേന്ത്യ മുസ്ലിം ലീഗിന് കേരളത്തിൽ വല്ലാതെ ശാഖകൾ ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ കാര്യമായി ഉണ്ടായിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ചില വഹാബി നേതാക്കൾ മാത്രമാണ് ഈ സർവേന്ത്യ മുസ്ലിം ലീഗുമായിട്ട് നടന്നിരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 1937 കാലഘട്ടത്തിൽ വഹാബി നേതാക്കളായ KM മൗലവിയും സീതി സാഹിബും അതുപോലെ തന്നെ പോക്കർ വക്കീലൊക്കെയാണ് ഈ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ മലബാർ ഘടകം രൂപീകരിച്ചത്. അതിൻ്റെ തലപ്പത്ത് അവരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആളുകൾ അതിലേക്കൊന്നും വല്ലാതെ പോയിരുന്നില്ല. അത് കൂടുതൽ വളർത്താൻ കഴിയാതെ ഇങ്ങനെ പ്രവർത്തനം നിലച്ചു നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. മുഹമ്മദ് അലി ജിന്നയാണ് ഈ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ അമരക്കാരൻ. 1906 ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ചിട്ടാണ് ഈ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. അന്ന് അത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, പിന്നീട് വിഭജിച്ചു പോയതാണ്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ പാകിസ്ഥാൻ രൂപീകരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഭൂരിഭാഗം നേതാക്കളും പാകിസ്ഥാനിലോട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ പിന്നെ ഇന്ത്യയിൽ ഈ സർവേന്ത്യ മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടു. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായിട്ട് മുന്നോട്ട് പോകാനാണ് അന്നത്തെ നേതാക്കന്മാർ തീരുമാനിച്ചത്. അപ്പോൾ ജനാധിപത്യ രാഷ്ട്രത്തിൽ മുസ്ലിം എന്നുള്ള പേരുള്ള ഒരു വർഗീയ പാർട്ടി ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ നേതാക്കന്മാർ ഈ സർവേന്ത്യ മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടു. ഇന്ത്യയിലെ ഒരുപാട് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തന്നെ നിലനിന്നു. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചതും ത്യാഗം വരിച്ചതും ഇവിടുത്തെ മുസ്ലിങ്ങളായിരുന്നു. ഇന്ത്യ ഗേറ്റിൽ നോക്കിയാൽ നമുക്കത് കാണാം. അതുകൊണ്ട് തന്നെ ഈ രാജ്യം നമുക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തന്നെ നിലനിന്നു. പക്ഷേ സർവേന്ത്യ മുസ്ലിം ലീഗ് പിരിച്ചുവിട്ടതോടെ മുസ്ലിങ്ങൾക്കൊരു നേതൃത്വമില്ലാതായി. അത് സ്വാഭാവികമാണല്ലോ. മുസ്ലിം എന്നുള്ള പേരിൽ ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുമ്പോൾ, ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ള മതവിഭാഗങ്ങൾ അവരുടെ പേരിൽ വേറെ പാർട്ടി രൂപീകരിക്കും. അങ്ങനെ ഈ പാർട്ടികൾ തമ്മിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും. അത് വലിയ വർഗീയ കലാപങ്ങൾക്ക് വഴിവെക്കും എന്നൊക്കെയുള്ള ദീർഘദൃഷ്ടി കൊണ്ടാണ് അന്നത്തെ നേതാക്കന്മാർ അത് പിരിച്ചുവിട്ടത്. പക്ഷേ അതോടുകൂടി മുസ്ലിങ്ങൾക്കൊരു നേതൃത്വമില്ലാതായി പോയി. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ വലിയ കലാപങ്ങളുണ്ടായി, വ്യാപകമായിട്ട് വലിയ കലാപങ്ങളുണ്ടായി. ആയിരക്കണക്കിന് മുസ്ലിങ്ങളാണ് അന്ന് കൊല്ലപ്പെട്ടത്. അതിന് കാരണം ബ്രിട്ടീഷുകാരനാണ്. അവർ പോകുന്നതിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ളൊരു വർഗീയ ചിന്ത അവർ ഈ രാജ്യത്ത് പാകിയിട്ടാണ് പോയത്. അത്തരത്തിലുള്ള വിത്ത് ഇവിടെ വിതച്ചിട്ടാണ് അവർ പോയത്. ആ വിത്ത് വളർന്ന് വലുതായി ഇവിടെ വർഗീയ വിഭജനങ്ങളും വർഗീയ വിദ്വേഷങ്ങളും വർഗീയ കലാപങ്ങളും ആ കാലത്തൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ബാബരി മസ്ജിദൊക്കെ പൊളിക്കപ്പെട്ടത്. അപ്പം മുസ്ലിങ്ങൾക്ക് ഒരു സംഘടന ഇല്ലെങ്കിൽ, കൂട്ടായ്മ ഇല്ലെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും. ഇത്തരത്തിലുള്ള കലാപങ്ങൾ പല ഭാഗത്തും ഉണ്ടാവും. മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടാൻ ഒരു കാരണവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തമിഴ്നാട്ടുകാരനായ ബഹുമാനപ്പെട്ട കായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് മുസ്ലിങ്ങൾക്കൊരു സംഘടന രൂപീകരിക്കാൻ, ഒരു പാർട്ടി രൂപീകരിക്കാൻ മുന്നോട്ട് വന്നു. അദ്ദേഹം നല്ല ഉദ്ദേശത്തിൽ രൂപീകരിച്ച പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അങ്ങനെ 1948 മാർച്ച് 10 മദ്രാസിലെ രാജാജി ഹാളിൽ വെച്ചിട്ട് പഴയകാല സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെയും മുസ്ലിം പൗരപ്രമുഖരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചു. 1948 മാർച്ച് 10 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മദ്രാസിൽ വെച്ചാണ് രൂപീകരിക്കുന്നത്. സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ വലിയ നേതാവായിരുന്നു ഈ കായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്. അങ്ങനെ അന്ന് രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രഥമ പ്രസിഡന്റ് തന്നെ ബഹുമാനപ്പെട്ട കായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബായിരുന്നു. ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മെഹബൂബ് അലി ബേഗായിരുന്നു. അതേപോലെ തന്നെ ഖജാൻജിയായി ഹാജി ഹസൻ അലി പി ഇബ്രാഹിം എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അങ്ങനെ പിരിച്ചുവിടപ്പെട്ട കേരളത്തിലെ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുണ്ടല്ലോ, ഈ വഹാബി നേതാക്കൾ KM മൗലവി, KM സീതി സാഹിബ്, പോക്കർ വക്കീൽ തുടങ്ങിയ നേതാക്കന്മാർ
ഖായിദെ മില്ലത്തിനെ ചെന്ന് കണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഒരു ഘടകം മലബാറിലും രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം അവർ സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചിട്ടും അവരുടെ ആശയത്തിന് വേണ്ടത്ര വളർച്ചയില്ലാതെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് സ്വാതന്ത്ര്യമുണ്ടാകുന്നതും സർവേന്ത്യ മുസ്ലിം ലീഗ് പിരിച്ചുവിടുന്നതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതൊക്കെ. അപ്പോൾ അവർക്ക് തോന്നി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ മലബാറിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണ് ഖായിദെ മില്ലത്തിനെ ചെന്ന് കണ്ട് മലബാർ ഘടകം രൂപീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ 1950 മുതൽ മലബാറിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ എന്നിട്ടും ഈ വഹാബികളുടെ നേതൃത്വം നൽകിയത് കൊണ്ടാവാം അന്നത്തെ കേരളത്തിലെ മുസ്ലിങ്ങളൊന്നും ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് പോയില്ല. മുസ്ലിം എന്നുള്ള പേരിലാണ് ഈ പാർട്ടി ഉള്ളത്. എന്നിട്ട് പോലും കേരളത്തിലെ മുസ്ലിങ്ങൾ ഇവരുടെ കൂടെ അണിചേർന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് ഈ വഹാബികളാണെന്നുള്ളതാണ്. അന്ന് കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ടില്ലല്ലോ. നമ്മുടെ മലബാർ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. കൊച്ചിയൊക്കെ തിരുക്കൊച്ചിയുടെ ഭാഗമാണ്. തിരുവനന്തപുരം, കൊല്ലം തെക്കൻ ഭാഗങ്ങളൊക്കെ തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ്. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. അങ്ങനെ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ മദ്രാസ് സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ മലബാറും പങ്കാളികളായിരുന്നു. അങ്ങനെ സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1952 നടന്നത്. അന്ന് മദ്രാസ് അസംബ്ലിയിലേക്ക് മുസ്ലിം ലീഗ് കോഴിക്കോട്ട് നിന്ന് സ്വതന്ത്രമായിട്ട് മത്സരിച്ചു. പക്ഷേ അവർ അമ്പയെ പരാജയപ്പെട്ടു. അന്നത്തെ മുഖ്യ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് തന്നെയായിരുന്നു അന്ന് വിജയിച്ചത്. കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും പണ്ഡിതന്മാരും എല്ലാവരും കോൺഗ്രസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അതിൻ്റെയൊക്കെ പ്രധാന കാരണം ബഹുമാനപ്പെട്ട സമസ്തയുടെ പണ്ഡിതന്മാരും ബാഫക്കി തങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നത് എന്നുകൊണ്ടാണ്. ബാഫക്കി തങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ വലിയ ഒരു പ്രവർത്തകനായിരുന്നു, നേതാവായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് മുൻനിരയിൽ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അന്നത്തെ മുസ്ലിങ്ങളൊക്കെ വലിയ നേതൃത്വമായി കണ്ട ആളായിരുന്നല്ലോ ബാഫക്കി തങ്ങൾ. മുസ്ലിങ്ങളൊക്കെ കോൺഗ്രസിന് വോട്ട് ചെയ്തു. കോൺഗ്രസിന് വലിയ വിജയമുണ്ടായി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അമ്പയെ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ വഹാബികൾ ചിന്തിച്ചു, ഈ കേരളത്തിലെ പണ്ഡിതന്മാരും സയ്യിദന്മാരൊക്കെ ഇങ്ങനെ കോൺഗ്രസിൻ്റെ പിന്നിൽ അണിനിരക്കുമ്പോൾ കേരളീയ മുസ്ലിങ്ങൾ മുഴുവൻ അവരുടെ പിന്നാലെ കൂടുകയുള്ളൂ. നമ്മുടെ പാർട്ടിക്ക് യാതൊരു നിലനിൽപ്പും ഇവിടെ ഉണ്ടാവില്ല. കേരളത്തിലെ പണ്ഡിതന്മാരെയോ സയ്യിദന്മാരെയൊക്കെ ഈ ഒരു പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരണം, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് കെ എ മൗലവിയും സീതി സാഹിബൊക്കെ ചിന്തിച്ചതിൻ്റെ ഫലമാണ് പിന്നീട് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനായിട്ട് വന്നത്, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നത്. കാരണം ബാഫക്കി തങ്ങളെ കൊണ്ടുവന്നാൽ അതൊരു 10 ആളെ കൊണ്ടുവന്നതിന് സമാണ്. അത്രക്കും ജനസമ്മതി ഉണ്ടായിരുന്ന വലിയ നേതാവായിരുന്നു ബാഫക്കി തങ്ങൾ. ഒരു സയ്യിദാണ്, സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവാണ്, വലിയ പൗരപ്രമുഖനാണ്. അപ്പോൾ ബാഫക്കി തങ്ങളെ ഈ മുസ്ലിം ലീഗിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ കേരളീയ മുസ്ലിങ്ങളൊക്കെ തങ്ങളെ കൂടെ ഇങ്ങോട്ട് പോരുമെന്ന് അവർ മുൻകൂട്ടി കണ്ടിരുന്നു. അതിനുവേണ്ടി കഠിനമായി അവർ പ്രയത്നിക്കുകയും ബഹുമാനപ്പെട്ട ഖായിദെ മില്ലത്തിനെ വരെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെയാണ് ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിലേക്ക് വന്നത്. യഥാർത്ഥത്തിൽ വഹാബികളുടെ ലക്ഷ്യം മുസ്ലിം ലീഗ് ആയിരുന്നില്ല. ഒരു ജനകീയ പ്രസ്ഥാനം ഉണ്ടാക്കി, ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അവരുടെ ആശയം വളർത്തുക, ജനങ്ങളിലേക്ക് അത് പ്രചരിപ്പിക്കുക എന്നതായിരുന്നല്ലോ. പക്ഷെ അത് ബാഫക്കി തങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഇങ്ങനൊരു ലക്ഷ്യം അവർക്കുള്ളത് ബാഫക്കി തങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. ബാഫക്കി തങ്ങൾ ചിന്തിച്ചത് എന്താണ്? ഖായിദെ മില്ലത്ത് ചിന്തിച്ചതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് നല്ല നേതൃത്വം വേണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കലാപങ്ങളുണ്ടാവും, മുസ്ലിങ്ങൾക്ക് അത് വലിയ ദോഷം ചെയ്യും, മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്തുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ നല്ലൊരു പാർട്ടിയും നേതൃത്വവും ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് ബാഫക്കി തങ്ങളും ഖായിദെ മില്ലത്തൊക്കെ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ ബാഫക്കി തങ്ങളെ കൊണ്ടുവന്ന ഇവരുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു എന്ന് മാത്രം. അങ്ങനെ ബാഫക്കി തങ്ങളെ കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി മുസ്ലിം ലീഗിൻ്റെ തലപ്പത്തേക്ക് വന്നതോടുകൂടി കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഈ മുസ്ലിം ലീഗിൽ അണിനിരന്നു. ഈ ബാഫക്കി തങ്ങളുടെ കീഴിൽ അണിനിരന്നു. അങ്ങനെയാണ് മുസ്ലിം ലീഗിന് ഇത്രയും വലിയ ജനശക്തി ഉണ്ടായത്. അങ്ങനെ ഈ പാർട്ടിക്ക് അധികാരം നേടുന്നതുവരെ അവരുടെ ആശയം ആ പാർട്ടിയിലൂടെ പ്രചരിപ്പിച്ചിരുന്നില്ല. കാരണം ബാഫക്കി തങ്ങളാണല്ലോ തലപ്പത്തുള്ളത്. ബാഫക്കി തങ്ങൾ സമസ്തയുടെ സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. ഈ ബാഫക്കി തങ്ങൾ തലപ്പത്തുണ്ടാകുമ്പോൾ വഹാബിസം പ്രചരിപ്പിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അധികാരം കിട്ടുന്നത് വരെ അവർ കാത്തിരുന്നു. അഥവാ ബാഫക്കി തങ്ങൾ നേതാവായ ഉടനെ ജനങ്ങൾ നന്നായിട്ട് ഒഴുകി വന്നല്ലോ. ആ സമയത്ത് തന്നെ അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ ഈ വേദി ഉപയോഗപ്പെടുത്തിയാൽ അതിനെ ശക്തമായി ബാഫക്കി തങ്ങൾ എതിർക്കുമെന്ന് അവർക്കറിയാം. അത് തങ്ങളുടെ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ ക്ഷമയോടെ കാത്തിരുന്നു അധികാരം കിട്ടുന്നത് വരെ. അങ്ങനെ 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. തൊട്ടടുത്ത വർഷം തന്നെ 1957 കേരള സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിക്കുകയും CH മുഹമ്മദ് കോയ അടക്കമുള്ള 8 സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തു. പക്ഷേ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയത് 1939 രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. EMS നമ്പൂതിരിപ്പാടാണ് അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആ സർക്കാരിൽ പങ്കുപറ്റാൻ സാധിച്ചില്ല, ആ ഭരണത്തിൽ പങ്കുപറ്റാൻ പറ്റിയില്ല. പക്ഷേ 1959 ഈ കേരള സംസ്ഥാന വ്യാപകമായിട്ട് വിമോചന സമരം നടന്നു. സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. 1959 സംസ്ഥാന വ്യാപകമായിട്ട് വലിയ സമരങ്ങളും അക്രമങ്ങളൊക്കെ നടന്നു. ഈ വിമോചന സമരം ഒതുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ടു. ഒടുവിൽ 1959 ജൂലൈ 31 കേന്ദ്ര സർക്കാർ EMS സർക്കാർ പിരിച്ചുവിട്ടു. കേരളത്തിലെ ആദ്യത്തെ സർക്കാരാണ് അത്. 1959 ജൂലൈ 31 പിരിച്ചുവിട്ടു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.